ഒരിക്കൽ മകൻ തൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെക്കാട്ടും നന്നായി പഠിക്കും, സ്പോർട്സിലും അടിപൊളിയാണ്. പലപ്പോഴും ഞാനൊരു ലൂസറായിട്ടാണ് തോന്നുന്നത്, ഞാൻ തീരെ പെർഫെക്റ്റ് അല്ല. അപ്പോൾ അച്ഛൻ മകനോട് ഒരു കഥ പറഞ്ഞു. ഒരിക്കൽ ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾക്ക് 2 കുടങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കുടം പെർഫെക്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ കുടത്തിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ ദ്വാരം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ കർഷകൻ അടുത്തുള്ള ഒരു പുഴയിൽ പോയിട്ട് വെള്ളം എടുത്ത് വയലിലേക്ക് പോകും. ആദ്യത്തെ കുടത്തിൽ നിറച്ച് വെള്ളം അവിടെ എത്തുമ്പോഴുണ്ടാവും. രണ്ടാമത്തെ കുടത്തിലെ വെള്ളം അപ്പോഴേക്കും പകുതിയായിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കുടം കർഷകനോട് ചോദിച്ചു, നിങ്ങളെന്നെ വയലിലേക്ക് എത്തിക്കുമ്പോഴേക്കും എൻ്റെ ഉള്ളിലെ പകുതി വെള്ളവും പോയിട്ടുണ്ടാവും, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കളയാത്തത്? അപ്പോൾ കർഷകൻ ഈ കുടത്തിനോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താണ്, ഈ കുടത്തിൻ്റെ ഭാഗത്ത് നിറച്ച് ചെടികളും പൂക്കളും എല്ലാം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർഷകൻ പറഞ്ഞു, നീ വരുന്ന വഴിയിൽ ഞാൻ വിത്തുകൾ പാവിയിട്ടുണ്ട്. നീ അറിയാതെ തന്നെ എല്ലാ ദിവസവും നീ അതിന് വെള്ളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നീ നിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. ഈ കഥ പറഞ്ഞതിന് ശേഷം മകനോട് അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഇംപെർഫെക്ഷൻസ് ആണ് നമ്മളെ കൂടുതൽ മനോഹരാക്കുന്നത്. ഈ ഭൂമിയിൽ എല്ലാവരും ഒരേപോലെ പെർഫെക്റ്റ് ആയിരുന്നാൽ ലോകം എന്ത് ബോറായിരിക്കുമല്ലേ? കാരണം ഫ്ലോസ് ആർ നോട്ട് ഫെയിലിയേഴ്സ്, ദേ ആർ ദ ഫിംഗർ പ്രിൻറ്റ്സ് ഓഫ് യുവർ സ്റ്റോറി എന്നാണല്ലോ.